എല്ലാവരും എല്ലാം പഠിച്ചോ? അവൻ പഠിച്ചിട്ടുണ്ടാവും. ഞാനെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്നവൻ. Good afternoon all. മാം. Good afternoon, Miss. Good afternoon, teacher. Good afternoon, ma'am. സ്ക്രീനിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഇടണോ? വേണ്ടല്ലോ. റിവിഷനിന് ഏതെങ്കിലും ചാപ്റ്റർ സ്ക്രീനിൽ ഇട്ടിട്ട് എടുക്കണോ? ജസ്റ്റ് മിസ് പറഞ്ഞാ പോരെ? ടീച്ചറെ മനസ്സിലായില്ല, എന്ത് പറഞ്ഞേ? സ്ക്രീനില് ചാപ്റ്റർ ഇട്ടിട്ട് വേണോ റിവിഷൻ എടുക്കാൻ? അതോ മിസ് പറഞ്ഞു തന്നാ മതിയോ? ഓരോ ചാപ്റ്റർ വൈസ് പറഞ്ഞു തന്നാ മതിയോ? മിസ് എടുത്ത ക്ലാസ്സുകൾ പറഞ്ഞു തന്നാ പോരെ? ഇറ്റ്സ് മൈ ഒപ്പീനിയൻ. ബാക്കിയുള്ളവർ ചോദിച്ചോ. പറഞ്ഞു തന്നാ മതി. പിന്നെ ഓരോ ചാപ്റ്റർ എടുക്കാനുള്ള ടൈം ഞങ്ങൾക്ക് തരണം കേട്ടോ. ചാപ്റ്റർ എടുത്തിട്ട് പറഞ്ഞുതരാം. അതുവരെ ഞങ്ങൾ PDF എടുക്കാൻ തപ്പിയെടുക്കാനുള്ള സമയം കൂടെ ഞങ്ങൾക്ക് തരണമെന്ന്. ഓക്കെ ഓക്കെ. അതായത് നാല് മൊഡ്യൂൾ ഇപ്പൊ എടുക്കുന്നുണ്ടോ മിസ്? നമുക്ക് നോക്കാം, ടൈം നോക്കിയിട്ട് ചെയ്യാം. അതാ മൊഡ്യൂൾസ് എടുത്ത് വെക്കാൻ നമ്മ ആ ഒരു സമയത്ത് റിവിഷൻ ചെയ്തതല്ലേ, ഇനി ചെയ്യണോ? ടീച്ചർ ഇല്ലയോ? ടീച്ചർ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് ഇല്ലയോ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയണം. അല്ല, അതിലേ ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ വന്നില്ലെങ്കിലോ, അവരിട്ടില്ലെങ്കിലോ? ടീച്ചർ ഞാൻ ഒപ്പീനിയൻ പറഞ്ഞോട്ടെ. പറഞ്ഞോ. ടീച്ചർ പഠിപ്പിച്ച ചാപ്റ്റേഴ്സ് എടുത്തിട്ട് അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ പറഞ്ഞോ, കുഴപ്പമില്ല. അതല്ലേ നല്ല. ഇനി ബാക്കിയുള്ളവരോട് ചോദിച്ചോ, കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞതാണേ. അതെ. ബാക്കിയുള്ളവർ പറഞ്ഞോ. ഇനി അമ്പിളി ചേച്ചിയൊക്കെ ചോദിക്കണം. പറഞ്ഞതുപോലെ ഞാൻ ഓരോ ചാപ്റ്റർ എടുത്തിട്ട് അതില് ഇമ്പോർട്ടന്റ് സെക്ഷനും പറഞ്ഞുതരാം, കുറച്ച് ക്വസ്റ്റ്യൻസും പറഞ്ഞുതരാം. അതുപോലെ ഫസ്റ്റ് നമുക്ക് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുക്കാം കേട്ടോ. എല്ലാവരും ചാപ്റ്റർ എടുത്തേ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എടുത്തോ? അതില് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ലേ? ഡേഷ് മേ ബി ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ എന്ന് പറഞ്ഞു കണ്ട്. മിസ് തുടങ്ങുന്നുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ തുടങ്ങാം. റിവിഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അതില് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നില്ലേ, ദ ഡിസാസ്റ്റർ മേ ബി ദ സെക്കൻഡ് മേജർ ഹ്യൂമൻ പ്രോബ്ലം ആഫ്റ്റർ വാർ. വാർ എന്ന് പറഞ്ഞിട്ട് അത് ചോദിക്കാം. ഡാഷ് ഈസ് ദ സെക്കൻഡ് മേജർ പ്രോബ്ലം ആഫ്റ്റർ വാർ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പൊ അതൊന്ന് അടയാളപ്പെടുത്തിയേ. അടയാളപ്പെടുത്തിയോ? അടയാളപ്പെടുത്തില്ല. തെറ്റമ്പിളി കിട്ടില്ല. അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോ. ടോം. മിസ്സേ, ഈ മൊഡ്യൂൾ എക്സാമിന് മോക്ക് ടെസ്റ്റിൽ നിന്നാണോ കൂടുതലും ചോദിക്കുന്നത്? മോക്ക് ടെസ്റ്റിംഗ് ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. പിന്നെ കേഡിയൽക്ക് ഉണ്ടാവും. ഈ കേഡും മോക്ക് ടെസ്റ്റും ഒക്കെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇല്ലേ, അതിന്റെയൊക്കെ നോക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ഇടുന്നത് കേട്ടോ. നെക്സ്റ്റ്
WHO ഡെഫിനീഷൻ പറഞ്ഞിട്ടല്ലേ നമ്മുടെ ഡിസാസ്റ്ററിനെ കുറിച്ച് ഒരു ഡെഫിനീഷൻ. പേജ് നമ്പർ ഒന്ന് പറഞ്ഞേ. അടയാളപ്പെടുത്തിയോ? WHO എന്താണ് ഡിസാസ്റ്ററിനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് 3rd മൊഡ്യൂള്. എന്താണ്? നാശത്തിന് അല്ലെ. പിന്നെ എന്താണ്? ഡിസ്ട്രക്ഷൻ അല്ലെ. എക്കോളജിക്കൽ ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, deterioration of health and health services on a scale sufficient of warrant an extraordinary response from outside the community, affected community or area അല്ലെ. ആ ഒരു ഡെഫിനേഷനിൽ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഡിസാസ്റ്റർ ആൻഡ് ഒക്കറൻസ് ഓഫ് ഡാഷ് എന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ദാറ്റ് കോസ് എന്നും പറഞ്ഞൊക്കെ ക്വസ്റ്റ്യൻ വരാം. അടയാളപ്പെടുത്താം. അൺമ്യൂട്ട് ചെയ്യണം. ഞാൻ നേരത്തെ അൺമ്യൂട്ട് ചെയ്തല്ലോ. പറയും ടോം. അൺമ്യൂട്ട് ചെയ്ത് വെക്കണം. ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഡിസാസ്റ്റർ നമ്മൾ 2 തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ. എക്സ്റ്റേണൽ ഉണ്ട്, ഇന്റേണൽ ഉണ്ട്. അത് ചോദിക്കാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് പേജിലെ ഡിസാസ്റ്റർ പാരഡിഗ്മം ചോദിച്ചിട്ട് കണ്ടില്ലേ? അപ്പൊ ഡിസാസ്റ്റർ പാരഡിഗ്മം I indicates അല്ലെങ്കിൽ T indicates അല്ലെങ്കിൽ E indicates എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം. പേജ് നമ്പർ എന്ന് പറയാ ടീച്ചറെ. നെക്സ്റ്റ് പേജില് ഡിസാസ്റ്ററിന്റെ 2ാമത്തെ പേജില് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് മാഡം. തൊട്ട് മുമ്പ് ഡിസാസ്റ്റർ പാരഡിഗ്മം എന്ന് പറഞ്ഞ കണ്ടോ? മേജർ ഡിസാസ്റ്റർ അതൊക്കെയാണോ? അതല്ല, അതിക്ക് മുമ്പ് ഡിസാസ്റ്റർ പാരഡിഗ്മം ഡിറ്റക്ഷൻ ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറഞ്ഞുണ്ടോ? തൊട്ട് മുമ്പ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഇന്റേണൽ ഡിസാസ്റ്റർ ആണോ? അത് കഴിഞ്ഞിട്ട് മേജർ ഡിസാസ്റ്റേഴ്സ് അത് കണ്ടോ? അത് കണ്ടു. അതിന്റെ തൊട്ടടിയിൽ കണ്ടില്ലേ? ഇന്റേണൽ ഡിസാസ്റ്റർ, ബോംബ് ട്രീറ്റ്, ഫയർ, അതൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് മേജർ ഡിസാസ്റ്റർ കണ്ടോ? കണ്ടു. അതിന്റെ അടിയിൽ കണ്ടില്ലേ ഡിസാസ്റ്റർ പാരഡിഗ്മം? കണ്ടു. അതന്നെ. അപ്പൊ അതില് ചോദിക്കാം ഡിസാസ്റ്റർ പാരഡിഗ്മം I indicates അല്ലെങ്കിൽ E indicates അല്ലെങ്കിൽ R indicates എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. മനസ്സിലായി. ഓക്കെ. അപ്പൊ അത് അടയാളപ്പെടുത്താം. പിന്നെ അതിന് മുൻപത്തെ ഏതായിരുന്നു ടീച്ചർ പറഞ്ഞതെന്ന് പറയോ? ഇന്റേണലും എക്സ്റ്റേണലും. ഓക്കെ. നെക്സ്റ്റ് NCI സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് ആണ് ടീച്ചറെ. ഓക്കെ. നെക്സ്റ്റ് ഫേസസ് അല്ലേ? 3 ഫേസസ് ഉണ്ട് അല്ലെ ഡിസാസ്റ്ററിന്റെ. പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. അത് ചോദിക്കാം. പിന്നെ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദി ഡാഷ് ഫേസ്. ഏത് ഫേസിലാണ്? പ്ലാനിങ് അല്ല, പ്രീ ഡിസാസ്റ്റർ ഫേസ്. അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഏതാണ്? മിസ് മ്യൂട്ട് ചെയ്യട്ടെ. അതാണോ നല്ലത്? റെക്കോർഡഡ് ക്ലാസ് കാണുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാവില്ലേ? നിങ്ങൾ ടൈപ്പ് ചെയ്താൽ പോരെ? കിട്ടിയില്ലെങ്കിൽ മിസ് എന്നോട് ജസ്റ്റ് ഒന്നുകൂടി റിപ്പീറ്റ് പറഞ്ഞാൽ മതി കേട്ടോ. ഒന്നുകൂടെ പറയാം മിസ്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ ഇല്ലേ? കണ്ടില്ലേ? ഫേസസ് ഓഫ് ഡിസാസ്റ്റർ ഒരു തമ്പിട്ടാ മതി. കിട്ടിയാണെങ്കിൽ നിങ്ങൾ ഒരു തമ്പിട്ടാ മതി. പെട്ടെന്ന് കഴിയല്ലോ. അത് ചോദിക്കാം. Which are the phases of disaster?
നെക്സ്റ്റ് ചോദിക്കുന്നത് മോസ്റ്റ് ഓഫ് ദി ഇവാലുവേഷൻ ആൻഡ് പ്ലാനിംഗ് ഈസ് പെർഫോംഡ് ഇൻ ദി ഡാഷ് ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസിലെ ആദ്യത്തെ സെന്റൻസ് കണ്ടോ? കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് അതിന്റെ അടിയില് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കണ്ടോ? അതില് dash drill is dash disaster drill is used to perfect a hospital response to a particular emergency situation. കണ്ടോ? നയൻത് ലൈനില് കണ്ടോ? ഏതാണ്? ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ അല്ലേ? No. അതടയാളപ്പെടുത്താം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോന്നേ. നെക്സ്റ്റ് കട്ടായി പോകുന്നുണ്ട്. എന്തൊക്കെ റേഞ്ച് ഇല്ലാത്തതിന്റെ പ്രോബ്ലം ആണോ? നെക്സ്റ്റ് മെമ്പേഴ്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ടില്ലേ? മെമ്പേഴ്സ് അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ HICSഉം ICSന്റെ ഒക്കെ ഫുൾ ഫോമുകൾ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. സ്റ്റാൻസ് പിന്നെ പ്ലാൻ ആക്ടിവേഷൻ എന്നുള്ളത് കണ്ടില്ലേ? പ്ലാൻ ആക്ടിവേഷൻ അതടയാളപ്പെടുത്താം. പ്ലാൻ ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ അടയാളപ്പെടുത്തിയോ? നെക്സ്റ്റ് അതിന്റെ അടിയിൽ വരുന്നത് കണ്ടോ? ബെഡ് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, എമർജൻസിയിൽ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള്. ഡിസ്ചാർജ് എലക്ടീവ് കേസസ്, ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിംഗ് പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അടയാളപ്പെടുത്താം. പിന്നെ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് കണ്ടില്ലേ? നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിസാസ്റ്റർ ഫേസില് ലാസ്റ്റ് ട്രയേജ് ഫേസ് ഇൻസ്ട്രക്ഷൻസ്. Security and support personnel control the traffic. Triage is initiated next to ambulance entrance കഴിഞ്ഞിട്ട് ആ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. ട്രീറ്റ്മെന്റ് ഏരിയാസ് കിട്ടിയോ? കിട്ടിയില്ല? ഡിസാസ്റ്റർ ഫീസ് എടുത്തോ? ഡിസാസ്റ്റർ ഫീസ് എടുത്തോ? ഡിസാസ്റ്റർ ഫീസ് മിസ് പറയാം. ഡിസാസ്റ്റർ ഫീസ് ഫീസില് ട്രീറ്റ്മെന്റ് ഏരിയാസ് വരുന്നത് കണ്ടില്ലേ? നെക്സ്റ്റ് പേജില് ഡിസാസ്റ്റർ ഫീസിന്റെ നെക്സ്റ്റ് പേജില് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അതിന്റെ തൊട്ട് മോളില് നോക്കിയേ, തൊട്ട് മോളില് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് കണ്ടോ? Do not allow casualty to pile up. അല്ലെ? കാഷ്വാലിറ്റികള് ആ കേസുകളെ കൊന്നുകൂടാൻ പാടില്ല അല്ലെ? പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ റാപ്പിഡ് ആയിട്ട് സോർട്ട് ചെയ്യുക, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. പിന്നെ എന്താണ്? ഓരോരുത്തരെയും ഉചിതമായ ഏരിയാസിലേക്ക് നയിക്കുക അല്ലെ? മാറ്റുക. ആ ഒരു സെക്ഷൻ. പിന്നെ ട്രീറ്റ്മെന്റ് ഏരിയാസിലെ അതടയാളപ്പെടുത്താം. നെക്സ്റ്റ് കാറ്റഗറിയും ടാബിളില്ലേ? ടാഗിങ്ങും കാറ്റഗറി ഇല്ലേ? നെക്സ്റ്റ് പേജില്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ട്രയേജ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ഇല്ലേ? സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ടാഗിങ്ങിന്റെ അടിയിൽ വരുന്നത്. ടാഗിങ്ങും കാറ്റഗറിയും നോക്കാട്ടാ.
എന്താണ് കാറ്റഗറി നമ്പർ 1 ഉൾപ്പെടുന്ന പേഷ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരാട്ടോ. അല്ലെങ്കിൽ എന്താണ് ടാഗിങ്ങിൽ ചോദിക്കാം, ക്രിട്ടിക്കൽ പേഷ്യൻസിന് ഏത് കളർ ടാഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവർക്ക് ഏത് കളർ ടാഗ് ആണ് കൊടുക്കുന്നത്? റെഡ് ടാഗ് അല്ലേ? അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇതൊക്കെ. എന്താണ് കാറ്റഗറിയും പഠിക്കാം, ടാഗിങ് പഠിക്കാം. സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കണ്ടില്ല? കാറ്റഗറി കണ്ടില്ലേ? സ്റ്റാർട്ട് ഫുൾ ഫോം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? ടാഗിങ്ങിന് വേണ്ടിയില് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ലേ? അതിന് കൊണ്ടോ സിമ്പിൾ ഒന്നും കിട്ടിയില്ല. ഡോമിന ഏതൊക്കെയാണ്? എവിടെ വരെ അടയാളപ്പെടുത്തി? ട്രീറ്റ്മെന്റ് ഏരിയാസ് അടയാളപ്പെടുത്തിയോ? ട്രീറ്റ്മെന്റ് ഏരിയാസ് അടയാളപ്പെടുത്തിയില്ല. ഡിസാസ്റ്റർ ഫേസ് എടുത്തോ? ഡിസാസ്റ്റർ ഫേസ് എടുത്തോ? പോയാ? കിട്ടിയാ? ഡിസാസ്റ്റർ ഫേസ് കിട്ടിയോ? ലോജിസ്റ്റിക് പ്ലാനിങ് ഒക്കെ കഴിഞ്ഞവാ? അതിന്റെ ഇപ്പുറത്തെ പേജ്, അത് കഴിഞ്ഞിട്ടുള്ള പേജ് അതിൽ കണ്ടോ? ഡിസാസ്റ്റർ ഫേസ് കണ്ടോ? അതില് ഡിസാസ്റ്റർ ഫേസ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് വാ. അതിന്റെ ഏറ്റവും മുകളില് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് കണ്ടോ? മുകളിൽ തന്നെ കണ്ടോ? നമുക്ക് ചാപ്റ്റേഴ്സ് കഴിയില്ലാട്ടോ അങ്ങനെ പോയാ. അപ്പൊ ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് അടയാളപ്പെടുത്തിയോ? ട്രീറ്റ്മെന്റ് ഏരിയാസ് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. നെക്സ്റ്റ് പേജിലൊന്നുമില്ല കേട്ടോ, നെക്സ്റ്റ് പേജിലില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ പേജില് കാറ്റഗറൈസ് ചെയ്യുന്നില്ലേ? നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന പേഷ്യൻസിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ കാറ്റഗറി, ഓരോ കാറ്റഗറിയും പഠിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അതിന്റെ അടിയിൽ വരുന്നത് ടാഗിങ്. അത്ര അടയാളപ്പെടുത്തിയില്ലേ? നെക്സ്റ്റ് സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? സിമ്പിൾ ട്രയേജ് ആൻഡ് 1 to 4 വരെ. ഓക്കെ, നെക്സ്റ്റ് ടാഗിങ്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ ആയോ? നെക്സ്റ്റ് പെർഫ്യൂഷൻ കണ്ടില്ലേ? സ്റ്റാർട്ടില് തേർഡ് വൺ കണ്ടത് റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, കാപ്പിലറി റീഫിൽ. അത് അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് ടേബിള്. ഓക്കെ അല്ലേ എല്ലാവർക്കും? ടേബിളിൽ നിന്ന് ഷുവർ ആണ് കേട്ടോ, 2 ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ ടേബിളിൽ നിന്ന്. ഓക്കെ ആയോ? ടേബിൾ ഒന്നുകൂടെ പറയണം. ടേബിൾ ഉണ്ടില്ലേ നമ്മ ഓരോ പേഷ്യന്റിനെയും കോഡിങ് ചെയ്യുന്നത്? കോഡ് റെഡിൽ എന്താണ്? ഒരു ഹോസ്പിറ്റല് തീപിടുത്തം ഉണ്ടാകുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും പുക വരുന്നതോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കത്തുന്നതുമായിട്ട് എന്തെങ്കിലും സ്മെല്ല് ഓർഡർ വരികയോ ചെയ്യുമ്പോഴാണ് കോഡ് റെഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. കോഡ് റെഡിന് റേസ് പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ്? ആരെന്ന് പറഞ്ഞാൽ റെസ്ക്യൂ അല്ലെ? എന്താണ്? രക്ഷാപ്രവർത്തനം നടത്തുക അല്ലെ? എന്താണ്? റിമൂവ് ചെയ്യുക അല്ലെ? എമർജൻസി.
അപ്പൊ ഇങ്ങനെ വരാം, പ്രൈസ് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത് ഏത് കോഡിലാണ്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാട്ടോ. അല്ലെങ്കിൽ പാസ് ഏതിലാണ്? കോഡ് റെഡിലല്ലേ? പുൾ ദ പിൻ, മനസ്സിലായോ? പ്രൈസ് പ്രോട്ടോകോൾ ഉപയോഗിക്കുന്നത്, യൂസ് ചെയ്യുന്നത് ഏത് കോഡിലാണ്? അപ്പൊ ഏതാണ്? കോഡ് റെഡ് അല്ലെ? അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻ വരും ട്ടോ. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു, ആ ഒരു എക്സ്റ്റിങ്വിഷേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ ഒരു പാസ്വേഡ് പോലെ ഉണ്ട് അല്ലെ? ഇതൊക്കെ യൂസ് ചെയ്യാൻ എളുപ്പത്തിന് പാസ് അല്ലെ? റിമെമ്പർ പാസ് എന്ന് പറഞ്ഞാൽ എന്താ? പുൾ ദ പിൻ അല്ലെ? പിന്ന് വലിച്ചിടുക, എന്നിട്ട് അതിന്റെ നോസിൽ എവിടെയാണോ തീപിടുത്തം ഉണ്ടായത് അവിടേക്ക് എയിം ചെയ്യുക അല്ലെ? നെക്സ്റ്റ് എന്താണ്? സ്വീപ്പ് ചെയ്ത ഹാൻഡിലുമ പിടിച്ച് സ്വീപ്പ് ഞെക്കുക. പിന്നെ എന്താണ്? സ്പ്രെഡ് ചെയ്യുക അല്ലെ? ആ ഒരു എക്സ്റ്റിങ്വിഷേഴ്സിൽ നിന്നുള്ള വാതകം, ഫയർ അണക്കുന്നതിനുള്ള വാതകം എല്ലാ ഏരിയാസിലേക്കും സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കോഡ് പിങ്ക്. നമ്മുടെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. NICUയിൽ നിന്ന് അല്ലെങ്കിൽ ലേബർ റൂമിൽ നിന്ന് അല്ലെങ്കിൽ വാർഡുകളിൽ നിന്ന് ഇൻഫാന്റിനെ മിസ്സായി കഴിഞ്ഞാൽ ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കെമിക്കൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട് ഏത് കോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ഓറഞ്ച് അല്ലെ? കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? ബ്ലൂ. ഓക്കെ, പിന്നെ എക്സ്റ്റേണൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ ഏത് കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? എല്ലാം പറഞ്ഞ അതാ ഞാൻ പറഞ്ഞേ, ടേബിള് പഠിക്കണം എന്ന് പറഞ്ഞില്ല മിസ്. ഏതാണെന്ന് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല മിസ്സിന്. ടേബിള് പഠിക്കണം കേട്ടോ. ടേബിള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ആ ചാപ്റ്റർ തീർന്നു. പഠിച്ചു കഴിഞ്ഞില്ലേ? സിമ്പിൾ അല്ലേ? Okay. കോഡ് പിൻ ഇൻഡിക്കേറ്റ്സ്. എന്താണ് കോഡ് പിൻ സൂചിപ്പിക്കുന്നത്? എന്താ? ഫയർ, ഔട്ട് ഓഫ് കൺട്രോൾ ഇൻഡിവിജ്വൽ, ചൈൽഡ് ഓർ ഇൻഫാന്റ് മിസ്സിംഗ് ഫ്രം NICU, എന്താണ്? കെമിക്കൽ സ്പില്ലർ. ഇതിലേതാ ആൻസർ? ഇൻഫാന്റ് മിസ്സിംഗ് അല്ലെ? അങ്ങനെ ക്വസ്റ്റ്യൻ വരാട്ടോ. ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. കോഡ് വയലറ്റ് യൂസ്ഡ് ഫോർ വയലറ്റ് ഔട്ട് ഓഫ് കൺട്രോൾ പേഷ്യൻസ് അല്ലെ? പിന്നെ വേറെ മിസ് പറഞ്ഞിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടാ. Who is the in charge of all support services of the hospital? Who is the in charge? Who is in charge of all support services of the hospital? Logistic chief, കേട്ടോ. Logistic chief. പിന്നെ allocation of emergency funds in a hospital ആരാണ്? ഫിനാൻസ് ഓഫീസർ അല്ലെ? ഹോസ്പിറ്റലിലെ എമർജൻസി സിറ്റുവേഷനിൽ എമർജൻസി ഫണ്ടുകൾ നൽകുന്നത് ഫിനാൻസ് ഓഫീസർ അല്ലെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നെക്സ്റ്റ് പറയട്ടെ. സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം അറിയാലോ? അതില് 7 ടൈപ്പ് ഗ്യാസുകൾ പറയുന്നുണ്ട് അല്ലെ? നെക്സ്റ്റ് ചാപ്റ്റർ കേട്ടോ. നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അതെടുക്കാം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കിട്ടിയോല്ല?
കിട്ടിയ എല്ലാവരും എടുത്തോ. മൊഡ്യൂൾ 4 ഔട്ട്ലെറ്റ് ഇൻലെറ്റും പറയണം. പറയാട്ടോ, മിസ് പറഞ്ഞുതരാം. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ ടെക്സ്റ്റ് ബുക്കില്. മൊഡ്യൂൾ 5 എന്താണ് താഹിറ? മൊഡ്യൂൾ 5 ഉണ്ടോ? ഓക്കെ അല്ലേ? സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. ഇതില് 7 ടൈപ്പ് ഗ്യാസുകൾ പറയുന്നുണ്ട് അല്ലെ. പിന്നെ അതില് ഫസ്റ്റ് വരുന്നത് ഡേഷാർജ് ഗ്യാസസ് അഡ്മിനിസ്ട്രേറ്റ് ടു പേഷ്യന്റ്. എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? മെഡിക്കൽ ഗ്യാസസ് അല്ലെ, മെഡിക്കൽ ഗ്യാസ് അല്ലെ. പിന്നെ ഹോസ്പിറ്റലില് മെഡിക്കൽ ഗ്യാസ് യൂസ് ചെയ്യുന്ന ഏരിയാസ്, ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ കൊടുത്തിട്ടില്ലേ? റൂംസ് അല്ലെ, റിക്കവറി റൂം, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ആൻഡ് അപ്പൊ ആ ഒരു അതൊന്ന് അടയാളപ്പെടുത്താം കേട്ടോ. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഗ്യാസ്. മെഡിക്കൽ എയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ പേഷ്യൻസിന് കൊടുക്കുന്ന ക്ലീൻ ആയിട്ടുള്ള അല്ലെ ഒരു ഗ്യാസ് ആണ് മെഡിക്കൽ എയർ അല്ലെ. ഇതിലെന്താണ്? പൊല്യൂഷൻ ഇല്ല അല്ലെ, പാർട്ടിക്കിൾസ് ഇല്ല, ഓർഡർ ഇല്ല, മണമില്ല അല്ലെ. പിന്നെ എന്താണ്? ഓയിൽ ഫ്രീ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഗ്യാസ് ആണ് പേഷ്യൻസിന്, നമുക്ക് സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് മെഡിക്കൽ എയർ. പൊല്യൂഷൻ ഫ്രീ, പൊല്യൂഷൻ ആയിരിക്കും. നെക്സ്റ്റ് വിച്ച് ഗ്യാസ്? ഓക്സിജൻ. എന്താണ് നമ്മ ഇൻഹലേഷൻ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? ഇൻഹലേഷൻ തെറാപ്പിക്ക് ഓക്സിജൻ അല്ലെ. COPD, chronic obstructive pulmonary disease. നമ്മുടെ ശരീരത്തില് ഓക്സിജന്റെ അളവ് കുറഞ്ഞ് നമുക്ക് ബ്രീത്തിങ്ങിന് ഇഷ്യൂ വരുന്നതാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള COPD ഉള്ളവർക്ക് സൈനോസിസ്, ഷോക്ക്, ഹെമറേജസ്, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്, ട്രോമ, കാർഡിയോവാസ്കുലർ ആൻഡ് റെസ്പിറേറ്ററി അറസ്റ്റ്, അവരൊക്കെ എന്താണ് നമുക്ക് ഓക്സിജൻ കൊടുക്കാറുണ്ടല്ലേ, പ്രൊവൈഡ് ചെയ്യാന്നില്ലേ, അവർക്ക് ഇൻഹലേഷന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ. അത് നോക്കാട്ടോ. 7 ടൈപ്പും നോക്കണം കേട്ടോ. 7 ഗ്യാസിന് ഏത് വേണമെങ്കിലും ചോദിക്കാട്ടോ. ഇൻവേസീവ് സർജറിക്ക് ഉപയോഗിക്കുന്ന ഗ്യാസ് ഏതാണ്? ഇൻവേസീവ് സർജറിക്ക് ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. അതേപോലെ ക്രയോ സർജറിക്ക് ഉപയോഗിക്കുന്നത് ഏതാണ്? ക്രയോ സർജറിക്ക് നൈട്രജൻ അല്ലെ. ഇൻവേസീവ് സർജറിക്ക് നൈട്രജൻ അല്ലെ. പിന്നെ ലോഫിംഗ് ഗ്യാസ് ഏതാണ്? വിച്ച് ഗ്യാസ് ഈസ് കോമൺലി നോൺ ആസ് ലോഫിംഗ് ഗ്യാസ്? നൈട്രസ് ഓക്സൈഡ് അല്ലെ. പിന്നെ എന്താണ്? ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ
patient draining, aspiration and suction. Patients in drain ചെയ്യുന്നതിന് vacuum അല്ലേ? Which is used for, which gas is used for both medical and non-medical purposes? Compressed air, right? Okay. ഇനി sources ഇല്ലേ? Sources. Sources ഇല്ല. Sources are reserves that generate the flow of medical gases through piping networks like dash എന്ന് പറഞ്ഞു ചോദിക്കാം കേട്ടോ. Manifold system എന്നുള്ള ആൻസർ വരില്ലേ? അത് തിരിച്ചും ചോദിക്കാം കേട്ടോ. അത് തിരിച്ചും ചോദിക്കാം കേട്ടോ. പിന്നെ which metal is used to mix pipes in centralized gas system? Centralized medical gas system ഉപയോഗിക്കുന്ന പൈപ്സിന് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണ്? കോപ്പർ അല്ലേ? ഓക്കെ. പിന്നെ വാൽസ് ഇല്ലേ? സോൺ വാൽസും മറ്റേ സർവീസ് വാൽസ് ഇല്ലേ? What is the purpose of zone valves? എന്തിനാണ്? Isolate large part of the system അല്ലേ? ആണോ? അത് ചോദിക്കൂട്ടാ. സോൺ വാൽവും സർവീസ് വാൽവും നോക്കാം. പിന്നെ കളർ കോഡുകളില്ലേ? കളർ കോഡുകള് ആ ഒരു ടേബിള് അത് നോക്കാട്ടോ. Dash is color code of oxygen gas. അത് നോക്കാട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. നേരത്തെ ആരോ ചോദിച്ച് മിസ് പറയാം, ഔട്ട്ലെറ്റും ഇൻലെറ്റും ചോദിച്ച്. ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഹോസ്പിറ്റലിൽ ഇൻലെറ്റുകൾ കണ്ടിട്ടില്ലേ? ഇൻലെറ്റ് എന്ന് പറഞ്ഞാല് നമ്മ പേഷ്യൻസിന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? സോറി, ഔട്ട്ലെറ്റ്. ഇൻലെറ്റുകള് വാക്വം വിതരണം ചെയ്യുമ്പോൾ സമ്മർദ്ദത്തിൽ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മെഡിക്കൽ ഗ്യാസ് പൈപ്പ് സിസ്റ്റത്തിലേക്ക് കണക്ഷൻ ഉണ്ടാക്കുന്ന പോയിന്റുകളാണ് ഔട്ട്ലെറ്റുകൾ. നമ്മ വീട്ടില് ഗ്യാസുമ്മ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഗ്യാസുമ്മ. അപ്പൊ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ലേ? സിലിണ്ടറിലേക്ക് ആ ഒരു റെഗുലേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പോയിന്റ് ഇല്ലേ? ആ ഒരു പ്രഷറില്, അതാണ് ഔട്ട്ലെറ്റ്. ഓക്കെ ആയോ? പുറത്തേക്ക് വിതരണം ചെയ്യാനുള്ള ആ ഒരു പോയിന്റ്. അപ്പൊ ഇൻലെറ്റ് ഏതായിരിക്കും? നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒരു പിൻ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഔട്ട്ലെറ്റിൽ നിന്നുള്ള ആ ഒരു ഗ്യാസ് നമ്മുടെ ഗ്യാസിലേക്ക് ആ ഒരു സ്റ്റൗവിലേക്ക് വരാനായിട്ട് ഒരു പോയിന്റ് ഇല്ലേ? ആ ഒരു ഓസ് ഘടിപ്പിക്കുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. ഇൻലെറ്റ് ആണ് അല്ലെ നമുക്ക് വാക്വം വിതരണം ചെയ്യുന്നത്. ഇൻലെറ്റിൽ കൂടിയല്ലേ നമുക്ക് വാക്വം വിതരണം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻലെറ്റ് നമുക്ക് വാക്വം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ആ സോഴ്സിലേക്ക് അല്ലെ, ആ ഒരു മെഡിക്കൽ ഗ്യാസിന്റെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഇൻലെറ്റ് ഔട്ട്ലെറ്റും. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ട് ആൾക്കാരെ അടപ്പെടുത്തിയോ? MSDS stands for കേട്ടോ. MSDS എന്താണ്? മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ് അല്ലെ?
നെക്സ്റ്റ് ആ പൈപ്പിംഗ് നെറ്റ്വർക്ക് ഇല്ലേ, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അതില് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. പൈപ്പിംഗ് നെറ്റ്വർക്ക്സിൽ ഒരു ക്വസ്റ്റ്യൻ വരാം, അത് നോക്കി വെക്കാം കേട്ടോ. പിന്നെ അലാം ഏരിയയുടെ ഫങ്ഷന്, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് നമ്മൾ ഇത് പറഞ്ഞില്ലേ, മാനിഫോൾഡ് സിസ്റ്റം, പൈപ്പിംഗ് നെറ്റ്വർക്ക്സ്, വാൽവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വാൽവ്സ് മിസ് പറഞ്ഞു. പൈപ്പിംഗ് നെറ്റ്വർക്ക്സും കൂടി അടയാളപ്പെടുത്താം. പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അതില which networks plays a vital role in the gas distribution system? gas distribution systemത്തിലെ പ്രധാന പങ്ക് വഹിക്കുന്ന നെറ്റ്വർക്ക് ഏതാണ്? പൈപ്പിംഗ് നെറ്റ്വർക്ക്സ് അല്ലേ? പിന്നെ the cylinder valve is opened by turning the hard wheel or cylinder valve key dash anti clockwise ഇല്ലേ? cylinder valve ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ? അല്ലേ, അത് അതിലുണ്ട്. നോക്കട്ടെ കേട്ടോ, പറഞ്ഞുതരാം. കിട്ടിയോ? നോക്കട്ടെ, മിസ് പറഞ്ഞുതരാട്ടോ അത്. ഓപ്പറേഷണൽ സേഫ്റ്റിയിൽ അല്ലേ? ഓക്കെ. പിന്നെ dash is a device, മറ്റേ safe uses of regulators ഇല്ലേ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. നെക്സ്റ്റ് സേഫ് യൂസസ് ഓഫ് റെഗുലേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ? കണ്ടോ? അതിൽ ഫസ്റ്റ് പോയിന്റ് കണ്ടില്ലേ? A regulator is a device that exerts gas at a high pressure and lessens it to a much lower working pressure എന്ന് പറഞ്ഞിട്ട് അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ SDS, ERP അങ്ങനെയുള്ള ഇതേളില്ലേ, സ്റ്റാൻഡ്സ് എന്ന് പറയുന്നത്, അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഈ ചാപ്റ്ററിൽ അങ്ങനെ വരുന്നതും കൂടി ഒന്ന് നോക്കി വെക്കാം. സേഫ്റ്റി SDS എന്ന് പറഞ്ഞാല് സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, ERP എന്ന് പറഞ്ഞാല് എമർജൻസി റെസ്പോൺസ് പ്ലാൻ അല്ലെ? അതും കൂടി ഒന്ന് നോക്കി വെക്കാം. ഓക്കെ, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ഇത്രേ ഉള്ളൂ. ഒരുവിധമായില്ലേ?
ഡിസ്ചാർജ് പ്രോസസ് സിമ്പിൾ അല്ലേ? അത് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. റെഗുലേറ്റർ ഫസ്റ്റ് പോയിന്റ് കേട്ടോ. ആ റെഗുലേറ്റർ ആണ് എന്താണ് നമ്മുടെ ഗ്യാസിന്റെ ആ പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞില്ലേ, ആ ഒരു പോയിന്റ്. കഴിഞ്ഞോ? കിട്ടിയ എല്ലാവർക്കും? വേറെ മിസ്സിന് SDS-ഉം ഇല്ലേ, സേഫ്റ്റി ഡാറ്റ ഷീറ്റും അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. എമർജൻസി റെസ്പോൺസ് പ്ലാനും അങ്ങനെയുള്ളത്. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫില് മൂന്നാമത്തെ. അത്രേ ഉള്ളൂ, അത്രേ മിസ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ മിസ് തേർഡ് മൊഡ്യൂളിൽ എടുത്തത് ഡിസ്ചാർജ് പ്രോസസ്. അത് സിമ്പിൾ അല്ലേ? പറയണ്ടല്ലോ. പലതരത്തിലുള്ള ഡിസ്ചാർജുകൾ ഉണ്ട് അല്ലെ? EMA ഡിസ്ചാർജ് ഉണ്ട്, റുട്ടീൻ ഡിസ്ചാർജ് ഉണ്ട് അല്ലെ? ഡിസ്ചാർജ് ടു പാലിയേറ്റീവ് കെയർസ് ഉണ്ട് അല്ലെ? അത് സിമ്പിൾ അല്ലേ? പറയണോ? അത് നിങ്ങൾക്ക് വായിച്ചാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോ തന്നെ മനസ്സിലാകുമല്ലോ. മെഡിക്കൽ എക്യുപ്മെന്റ് പറയട്ടെ. മെഡിക്കൽ എക്യുപ്മെന്റ് എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഒരു എക്യുപ്മെന്റും നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല. ഡിസ്ചാർജ് സിമ്പിൾ ആണ്, അതുകൊണ്ട് മിസ് എടുക്കുന്നില്ല. അത് സമയം കളയണ്ടല്ലോ. മെഡിക്കൽ എക്യുപ്മെന്റ് കുഴപ്പമില്ല അല്ലെ? നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമല്ലേ ഉള്ളൂ. മിസ് എടുക്കാൻ തന്നിട്ടുണ്ടല്ലോ. അത് സിമ്പിൾ ആണ് അല്ലെ? ഓക്കെ. ഡിസ്ചാർജ് മെഡിക്കൽ എക്യുപ്മെന്റ് പ്രശ്നമില്ല അല്ലെ? ഇല്ലാത്ത അങ്ങനെയല്ല. ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് മോഡ്യൂളിലെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒന്ന് നോക്കിയാ. നാബ് ഇന്നലെ മിസ് എടുത്തല്ലോ. ഇന്നലെ പറഞ്ഞില്ലേ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ്. ഇന്നലെ പറഞ്ഞോ, ഉണ്ടായില്ലേ ക്ലാസ്സില്? ലോണ്ടറി മിസ് അല്ലല്ലോ എടുത്തേ, അപർണ ടീച്ചർ അല്ലേ എടുത്തേ? അപർണ മിസ് അല്ലേ എടുത്തേ? ഇന്നലെ എടുത്തു കേട്ടോ, മിസ് എടുത്തു, ഫുൾ എടുത്തു. ലാസ്റ്റ് വരെ മിസ് പറഞ്ഞല്ലോ. കീ ഇൻഡിക്കേറ്റേഴ്സ് വരെ നോക്കാനായിട്ട് പറഞ്ഞില്ലേ? ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് അതൊന്ന് വായിച്ചു നോക്കാന്ന് പറഞ്ഞില്ലേ? അതല്ലേ ലാസ്റ്റ് സെക്ഷൻ. എന്താണ്? ഓക്കെ. ഇനി നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് ഒന്ന് നോക്കിയാലോ. സെക്കൻഡ് മൊഡ്യൂളിലെ ബയോമെഡിക്കൽ വേസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. അതെയാ വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞുള്ള രണ്ടാമത്തെ ആ ഒരു സെക്ഷൻ കണ്ടില്ലേ? അത് അടയാളപ്പെടുത്താം കേട്ടോ.
What is biomedical waste? BMW stands for ചോദിക്കാം. Biomedical waste എന്താണ്? Dash is any kind of waste containing infectious material produced during the treatment of both people and animal, as well as during study involving biology. പിന്നെ റിസ്ക്. Who is at risk? ആർക്കൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള റിസ്ക്? ഡോക്ടേഴ്സ്, നഴ്സുമാര് അല്ലെ, പേഷ്യൻസ്, ഹോസ്പിറ്റൽ സപ്പോർട്ട് സ്റ്റാഫ്, അതൊക്കെ ഉണ്ട്. അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ WHO നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിനെ എത്രയായി തരം തിരിച്ചിരിക്കുന്നു? എത്ര ആക്കിയിട്ടുണ്ട്? 8 അല്ലെ, 8 കാറ്റഗറീസ് അല്ലെ. പിന്നെ നെക്സ്റ്റ് നോൺ ഹസാർഡസ് വേസ്റ്റിൽ പറയുന്നുണ്ട് അല്ലെ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ജനറേറ്റ് ചെയ്യുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകളിൽ എത്ര പെർസെന്റേജും എന്താണ്? നോൺ ഹസാർഡസ് വേസ്റ്റ് ആണ്. 85% അല്ലെ. അത് അടയാളപ്പെടുത്താം. നെക്സ്റ്റ് ബയോളജിക്കൽ റിസ്ക്, കെമിക്കൽ റിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടേബിൾ കണ്ടില്ലേ താഴെ? അത് അടയാളപ്പെടുത്താം കേട്ടോ. അതിന് ചോദിക്കാം വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ്, വിച്ച് ആർ ദി കെമിക്കൽ വേസ്റ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അതൊന്ന് പഠിക്കാം. പിന്നെ MOEF സ്റ്റാൻഡ്സ് ഫോർ, സ്റ്റാൻഡ്സുകൾ മിക്കതും നോക്കി വെക്കാം കേട്ടോ. അതൊന്നും അവോയ്ഡ് ചെയ്യണ്ട കേട്ടോ. സ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞു വരുന്നത് MOEF, ഇമേജ്, ഇതൊക്കെ നോക്കി വെക്കാം. പിന്നെ ടേബിള്, ടേബിൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്തായാലും വരും കേട്ടോ. ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. കാറ്റഗറി നമ്പർ 1 ഇൻക്ലൂഡഡ് വിച്ച് വേസ്റ്റ്? ഏതാണ്? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് അല്ലെ. വിച്ച് ബാഗ് കണ്ടെയ്നിങ് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്? യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് അല്ലെ. വിച്ച് ഡിസ്പോസൽ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ്? അല്ലെങ്കിൽ കാറ്റഗറി നമ്പർ 1 വേസ്റ്റ്. തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാട്ടോ ടേബിളിൽ നിന്ന്. ഇങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. നെക്സ്റ്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ ഉണ്ടല്ലോ. ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ്, മൈക്രോവേവ് ഇറേഡിയേഷൻ, ഇൻഎർട്ടൈസേഷൻ, പ്ലാസ്മ പൈറോളിസിസ്, ലാൻഡ് ഡിസ്പോസൽ, അതൊക്കെ പഠിക്കാട്ടാ. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഏത് വേണമെങ്കിലും ചോദിക്കാം. പിന്നെ ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ പഠിക്കാം. ഇമേജ് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട് അല്ലെ. ഇമേജ് കമ്മീഷൻ ചെയ്തത് എന്താണ്? 14 ഡിസംബർ 2003 അല്ലെ. 14 ഡിസംബർ 2003. സക്സസ്ഫുൾ ആയിട്ട് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ്? ഇമേജ് സക്സസ്ഫുൾ ആയിട്ട് വർക്കിംഗ് തുടങ്ങിയത് എന്താണ്? ജാനുവരി 2004 അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് റിലീസ് ചെയ്തത് എന്താണ്? 2016. എത്ര ടൺ വേസ്റ്റ് ആണ്? എത്ര ടൺ ബയോമെഡിക്കൽ വേസ്റ്റ് ആണ് ഓരോ ദിവസവും ഇമേജ് പ്ലാനിൽ വരുന്നത്, അറൈവ് ചെയ്യുന്നത്? ഡാഷ് ടൺസ് ഓഫ് 55.8 അല്ലെ. ഓക്കെ. ആ ബയോഹസാർഡിന്റെ സിംബലൊക്കെ ഇല്ലേ? സിംബല്
അതൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. സൈറ്റോടോക്സിക്കിന്റെ, ബയോഹസാഡിന്റെ. അതേപോലെ നമുക്ക് ലബോറട്ടറിയിലും കുറച്ച് സിമ്പിൾ പഠിച്ചിട്ടില്ലേ? ലബോറട്ടറിയിലും ആ സിമ്പിളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ആ ഫയറുമായി ബന്ധപ്പെട്ട് അല്ലെ, റേഡിയേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ, റേഡിയേറ്റീവ് കീമോതെറാപ്പി. ഓക്കെ ഓക്കെ അല്ലേ? പറഞ്ഞത് ഓക്കെ അല്ലേ എല്ലാവർക്കും? പിന്നെ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളും നിങ്ങൾക്ക് മോഡൽ എക്സാമും ഇതൊക്കെ കിട്ടിയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളൊക്കെ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എക്സാം എഴുതാം. എക്സാമിന് മാർക്ക് മേടിക്കുക എന്നതിലുപരി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കണം അല്ലെ? നിങ്ങൾ ജോലിക്ക് ചെല്ലുമ്പോൾ അല്ലെ, വെറുതെ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്തത് ഇതിലാണ് HIS അല്ലേ? HIS അല്ലേ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഏതിലാണ്? ഡിസാസ്റ്റർ അല്ലേ? HICS, Hospital Incident Command System. Hospital Incident Command System. കിട്ടിയില്ലേ? Hospital Incident Command System. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു അല്ലേ? മിസ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പൊ നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ. എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ സാധിക്കട്ടെ എന്നൊക്കെ മിസ് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായി ക്ലാസ്സുകളൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ?